തബാറക് എന്നുള്ളത് ബറക്കത്തിൽ നിന്നാണ്. ബറക്ക, ബിർക്ക ഒക്കെ പറയാം. അതറിയിക്കുന്നത് നന്മയുടെ കെസ്റത്ത്, ആധിക്യം, നന്മയുടെ സ്ഥിരപ്പെടൽ, പിന്നെ നന്മയുടെ നൈതികത, ദവാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബറക്കത്ത് എന്നുള്ളത് നമ്മൾ ഖൈർ, ഫضൽ, റഹ്മത്ത് ഇതൊക്കെ പര്യായം പോലെയാണ്. ഖൈർ എന്ന് പറഞ്ഞാൽ നന്മയാണ്, ഫضൽ എന്ന് പറഞ്ഞാൽ ഔദാര്യമാണ്, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യമാണ്. ഇതിനൊക്കെ പര്യായം എന്ന പോലെ തന്നെയാണ് എന്തുള്ളത്, ബറക്കത്തുള്ളത്. അതറിയിക്കുന്നത് ഇതിൻ്റെ ആധിക്യത്തെയാണ്, ഇതിൻ്റെ സ്ഥിരതയാണ്, അതിൻ്റെ നൈതികതയാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ഏറെയുള്ളവനാണ്. ബർക്കത്ത് അത് സ്ഥിരപ്പെട്ടവനാണ്. ബർക്കത്ത് അത് നിത്യമായി ഉള്ളവനാണ്. നന്മകളുടെ സമൃദ്ധിയും നന്മയുടെ ആധിക്യവും പെരുപ്പവും നന്മകളുടെ നൈതികതയും അതാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകത. അത് ഇവിടെ അള്ളാഹുവിന് സമ്മതിക്കുകയാണ്. തബാറക അല്ലദി ബിയദിഹിൽ മുൽക്ക് ഏതൊരുവൻ്റെ കയ്യിൽ ആണോ അവൻ, അങ്ങനെയുള്ളവൻ തബാറക് എന്നാണ്. തബാറക്